പ്രാർത്ഥനയിൽ കേട്ടിട്ടില്ലേ, അൽഹംദുലില്ലാഹില്ലദീ ജഅലനാ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയുടെ ഉമ്മത്തിൽ നമ്മൾ ഉൾപ്പെട്ടു എന്നുള്ളത് വലിയ നിഅമത്താണ്. കാരണം എല്ലാ കാര്യങ്ങളും ലോകാവസാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ വിഷയങ്ങളും പരിശുദ്ധ പ്രവാചകർ പറഞ്ഞത് തന്നെയാണ് ഇന്ന് പുലർന്നുകൊണ്ടിരിക്കുന്നത്. മുഴുവനും നബി പറഞ്ഞതൊക്കെ അക്ഷരാർത്ഥത്തിൽ നടക്കാൻ. പലസ്തീൻ്റെ വിഷയത്തിൽ വരെ, ഇനി അവിടെ നടക്കാനിരിക്കുന്ന വിഷയം വരെ നബി അവസാനം പറഞ്ഞതാണ്. ഈ പ്രശ്നത്തിൻ്റെ അറുതി ആര് വന്നാലേ തീരുവുള്ളൂ? ബഹുമാനപ്പെട്ടതാകുന്ന ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ വരവോടുകൂടിയേ തീരുവുള്ളൂ. അതുവരെ ഇങ്ങനെ നിൽക്കും. അതിനു മുമ്പ് പലരും വരും. ഇമാം മഹ്ദി വരും, യൗജൂജ് മൗജൂജിൻ്റെ രംഗപ്രവേശനമുണ്ട്, ദജ്ജാൽ വരും. ദജ്ജാലിനെ വധിക്കുന്നതും എവിടെ വെച്ചാൻ? പലസ്തീനിൽ വെച്ചാൻ. നബി മുഹമ്മദ് മുസ്തഫ ദജ്ജാലിനെ വധിക്കുന്നതും പലസ്തീനിൽ വെച്ചാൻ. മാത്രമല്ല, അതേ ബഹുമാനപ്പെട്ടതാകുന്ന ഈസാ നബി അലൈഹി സ്വലാം ഡമസ്കസിലെ വെള്ളമിനാരത്തിൽ 2 മലക്കിൻ്റെ ചിറകിൻ കീഴിലായി ഇറങ്ങി വന്ന് 40 വർഷത്തോളം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഅത്തനുസരിച്ചുകൊണ്ട്, മതവിധി അനുസരിച്ചുകൊണ്ട് പ്രബോധനം നടത്തി. കാരണം ഇവിടുന്ന് കയറിപ്പോകുമ്പോൾ ഈസാ നബിയുടെ ശരീഅത്തായിരുന്നു ഉണ്ടായിരുന്നത്. ആകാശത്തേക്ക് ഉയർത്തപ്പെട്ട വ്യക്തിയാണ് ആര്? സയ്യിദുനാ ഈസാ നബി അലൈഹി സ്വലാം. ശത്രുക്കളുടെ ശല്യം സഹിക്കവയ്യാതെ വന്നപ്പോൾ അള്ളാഹു ആകാശ ഉരോഗത്തേക്ക് ഉയർത്തിയ വ്യക്തിയാണ്. ഇനി ആകാശത്ത് നിന്ന് അദ്ദേഹം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതിനെ പറ്റി മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. യൻസിലു ഈസാ ഇൻദ മനാറത്തിൽ ബൈളാ. ഡമസ്കസിലെ വെള്ളമിനാരത്തിൽ 2 മലക്കിൻ്റെ ചിറകിൻ്റെ മുകളിൽ കൈവച്ചുകൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ആര്? ഈസാ നബി അലൈഹിസ്സലാം അവസാന കാലഘട്ടത്തിൽ വരും. 40 വർഷത്തോളം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഅത്തനുസരിച്ചുകൊണ്ട് മതവിധി നടത്തും. കാരണം ഈസാ നബി ഉയർത്തപ്പെട്ടു, ശേഷം പ്രവാചക മുഹമ്മദ് നബി വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഇവിടെ മതവിധി ആ മുത്തുനബിയുടെയാണ്. അവസാന കാലഘട്ടം വരെ അവസാനത്തെ പ്രവാചകരാണ്. അതുകൊണ്ട് ഇനി വന്നതിന് ശേഷം പിന്നീട് മുത്തുനബിയുടെ ശരീഅത്തനുസരിച്ചുകൊണ്ട് മതവിധി നടത്തുകയും അവസാനം ബഹുമാനപ്പെട്ടവർ തന്നെ ദജ്ജാലിനെ വധിക്കുകയും പലസ്തീനിൻ്റെ മണ്ണിൽ വെച്ച് വധിക്കുകയും ബഹുമാനപ്പെട്ടതാകുന്ന ഈസാ നബി അലൈഹിസ്സലാം തന്നെ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന മസ്ജിദുൽ അഖ്സയും പലസ്തീനും ഇസ്ലാമിക ഭരണപ്രദേശമായി തിരിച്ചു പിടിക്കുകയും ചെയ്യുമെന്നും നബി മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഇനി അതൊക്കെ നടക്കാൻ, ഇതൊക്കെ പറഞ്ഞിട്ടാണ് നബി തങ്ങൾ പോയത്. അതിനുശേഷം അദ്ദേഹം വഫാത്താകും. ഈസാ നബിയെ കൊണ്ടുവന്ന് എൻ്റെ ഖബറിൻ്റെ അടുക്കൽ മദീനയിൽ ഐഷ ബീവിയുടെ വീടിൻ്റെ അകത്ത് റളിയല്ലാഹു അൻഹ അതിനുള്ളിൽ കൊണ്ടുവന്ന് ഒരു ഖബറിനും കൂടെ സ്ഥാനമുണ്ട് അവിടെ കൊണ്ടുവന്ന് ആരെ അടക്കും? ഈസാ നബി അലൈഹി സ്വലാമിനെ അന്നത്തെ ജനങ്ങൾ കൊണ്ടുവന്ന് അടക്കുമെന്ന് വരെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഈ ലോകം മുഴുവനും പരിപൂർണമായി നശിക്കും, ഇല്ലാതാവും. ആ യാഥാർത്ഥ്യം ഇന്ന് സമൂഹം മുഴുവനും ഒറ്റക്കെട്ടായി ഒറ്റ സ്വരത്തിൽ പറയുന്നു. ഒരു കാലഘട്ടത്തിൽ ഈ ലോകമൊന്നും അവസാനിക്കില്ല എന്ന് പറഞ്ഞിരുന്ന ശാസ്ത്രം പോലും ഇപ്പോൾ അംഗീകരിക്കുകയാണ്. ഈ അടുത്ത് ISROയുടെ ചെയർമാനോട് ചന്ദ്രയാൻ 3 വിജയകരമായി പൂർത്തീകരിച്ചതിൻ്റെ വിഷയത്തെപ്പറ്റി അദ്ദേഹത്തോട് ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ ചാനൽ അവതാരകൻ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി, ഈ ലോകം അവസാനിക്കുമെന്നുള്ള കാര്യം ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ അഭിപ്രായം എന്താ? ആകാശത്ത് മിന്നിമറയുന്നതാകുന്ന നക്ഷത്രങ്ങളും വൈകിട്ട് മനുഷ്യന് പ്രകാശം പരത്തുന്ന ചന്ദ്രനും പകൽ നല്ല വെളിച്ചം നൽകുന്ന സൂര്യനുമൊക്കെ ഇല്ലാതാകുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായി മറുപടി പറഞ്ഞു, അതൊക്കെ അസ്തമിക്കാൻ പോകണം, ഒക്കെ ഇല്ലാതാവും. അതിനെല്ലാം അംഗീകരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ അതൊന്നുമില്ല, ഇങ്ങനെ ഒരു അവസാനമില്ല, അടുത്തൊരു ലോകമില്ല, യുഗമില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ പോലും ഇന്ന് അതൊക്കെ കേട്ടിട്ട് അടുത്ത ഒരു ജീവിതമുണ്ട് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരുന്ന കാലഘട്ടത്തിലാണ് നാം നിലകൊള്ളുന്നത്. ശരിക്കും ചിന്തിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കൻ. മനുഷ്യന് മൊത്തത്തിൽ ജീവിതഘട്ടങ്ങളുള്ളത് 5 ജീവിതഘട്ടങ്ങളാണ്. 5 ജീവിതഘട്ടങ്ങളാണ് നമുക്കുള്ളത്. മർമ്മപ്രധാനമായിട്ടുള്ള ഘട്ടങ്ങൾ അതൊക്കെയാണ്. 1 ആലമുൽ അർവാഹാണ്, ആത്മാക്കളുടെ ലോകമാണ്. നമ്മൾ ഇന്ന് ഈ കാണുന്നതായ ശരീരഭാഷയില്ലാതെ നമ്മുടെയൊക്കെ ആത്മാവിനെ മാത്രമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദർബാറിൽ ഒരുമിച്ച് കൂട്ടിയത്രേ. നമ്മുടെ ഈ ബോഡിയൊന്നുമില്ല, ഈ ശരീരഭാഷയൊന്നുമില്ല, ആത്മാവിനെ മാത്രമായിട്ട് അള്ളാഹുവിൻ്റെ തിരുസവിധത്തിൽ ഒരുമിച്ച് കൂട്ടി. അങ്ങനെ ഒരു ലോകം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനും വ്യക്തമാക്കുന്നു,
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവിടെ നമ്മൾ 1000 കൊല്ലക്കണക്കിന് വർഷം ജീവിച്ചിട്ടുണ്ട് എന്നും ഹദീസുകളിൽ കാണാം. 1000 കൊല്ലക്കണക്കിന് ആയുസ്സുണ്ടായിരുന്നു നമുക്ക് ഓരോരുത്തർക്കും. നമ്മുടെ ശരീരമില്ല, നമ്മുടെയൊക്കെ ആത്മാവ് മാത്രമായി, റൂഹുകൾ, അർവാഹുകൾ മാത്രമായി സംവദിച്ചിരുന്ന ഒരു ലോകം, ദുനിയാവ് പോലെ തന്നെ. പക്ഷെ അത് റബ്ബിൻ്റെ സവിധത്തിലാണ്. ആലമുൽ അർവാഹ് എന്നാണ് ആ ലോകത്തെപ്പറ്റി ഉലമാക്കൾ നമുക്ക് വിശദീകരിച്ച് നൽകുന്നത്. ആത്മാക്കളുടെ ലോകം. അവിടെ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചില കരാറുകൾ ഇട്ടു, മനുഷ്യരാശികളോട് മുഴുവനും. ആ കരാറ് പരിപൂർണമായി പാലിക്കാമെന്ന് നാം എല്ലാവരും വാഗ്ദാനം ചെയ്തവരാണ്. അലസ്തു ബിറബ്ബികും ഖാലൂ ബലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ളതാകുന്ന സർവ്വ മനുഷ്യരുടെ ആത്മാവിനെയും അല്ലാഹുവിന്റെ തിരുസവിധത്തിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് ആത്മാക്കളോടായി അല്ലാഹു ചോദിക്കുകയാണ്, മനുഷ്യ, മാനവ, ഇന്ന് നീ കാണുന്നതായ ബോഡിയില്ലാതെ, നിന്റെ ശരീരഭാഷയില്ലാതെ ആത്മാക്കളെ മാത്രമായി അല്ലാഹുവിന്റെ തിരുസവിധത്തിൽ ഒരുമിച്ച് കൂട്ടിയത്രേ. എന്നിട്ട് ആത്മാക്കളോടായി അല്ലാഹു സംവദിക്കുകയാണ്, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ, പരിപാലകനല്ലയോ? ഖാലൂ ബലാ. ഇന്ന് കാണുന്നതായ നിരീശ്വരവാദികളും യുക്തിവാദികളും ഇന്നുള്ളതാകുന്നതായ സകല മനുഷ്യരും അവിശ്വാസികളും മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും കഴിഞ്ഞുപോയതാകുന്ന കാലഘട്ടങ്ങളിൽ വസിച്ചിരുന്നതായ ആളുകളില്ലേ, വരാനിരിക്കുന്നതായ ജനകോടികളില്ലേ, എല്ലാവരും ഉറക്കെ സമ്മതിച്ചതാണ്. എല്ലാവരുടെ ആത്മാക്കളും പറഞ്ഞു അത്രേ, ബലാ ആത റബ്ബുനാ വഇലാഹുനാ. നീയാണ് ഞങ്ങളുടെ രക്ഷിതാവ്, നീയാണ് ഞങ്ങളുടെ പരിപാലകൻ അല്ലാ. ഞങ്ങൾ സമ്മതിക്കുന്നു, അംഗീകരിക്കുന്നു. എല്ലാവരും അവിടെ വെച്ച് സമ്മതം മൂളിയതാണെന്ന് വിശുദ്ധമായ ഖുർആൻ അല്ലാഹ് പറയാണ്. അപ്പോൾ അങ്ങനെ ഒരു ലോകം കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് ഖുർആനിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തിയതാണ്. എനിക്കതൊന്നും ഓർമ്മയില്ല, നമ്മളൊന്നും അത് വിശ്വസിക്കുന്നില്ല എന്ന് നിൻ്റെ മനസ്സുകൊണ്ട് തന്നെ ഒന്ന് കരുതിയാൽ കാഫിറാവും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഈമാൻ തെറ്റിപ്പോവും. കാരണം ഖുർആനിൽ പറഞ്ഞൊരു വിഷയമാണ്. മോമിൻ എന്ന് പറഞ്ഞാൽ അദൃശ്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവനാകണമല്ലോ, അവനാണ് മോമിൻ. അള്ളാഹുവിനെ കണ്ടിട്ടില്ല, മലായിക്കത്തിനെ കണ്ടിട്ടില്ല, സ്വർഗം കണ്ടിട്ടില്ല, നരകം കണ്ടിട്ടില്ല. പക്ഷെ ഇതൊക്കെ കണ്ടതാകുന്ന ഒരു പ്രവാചകർ അവർ പറഞ്ഞതനുസരിച്ച് വിശ്വാസം പുൽകാൻ, അതാണ് മോമിൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ് മുഅ്മിൻ, ആരാണ് സത്യവിശ്വാസി എന്നുള്ളതിന് വ്യക്തമായ ഉദാഹരണത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യ ലോകങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവനാണ് മുഅ്മിൻ, അവനാണ് മുത്തഖീ. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അപ്പം അങ്ങനൊരു ലോകമുണ്ട്, അദൃശ്യമായ ലോകമാണ്, നമുക്കാർക്കും ദൃശ്യമില്ലായിരുന്നു, ഓർമ്മയില്ല. അങ്ങനൊരു ലോകമുണ്ടെന്ന് അള്ളാഹും റസൂലും പറഞ്ഞാൽ പിന്നെ മറ്റൊന്നും ചിന്തിക്കണ്ട, വിശ്വസിക്കൻ. അള്ളാഹു വിശ്വാസം ഉരൂഢമൂലമാക്കി തരട്ടെ. അപ്പോൾ അത് ഒന്നാം ഘട്ട ജീവിതമാണ്, ആലമുൽ അർവാഹ്. അത് കഴിഞ്ഞിട്ടാണ് ഉമ്മയുടെ ഗർഭാശയത്തിൽ, അത് കുറഞ്ഞ കാലഘട്ടം, 9 മാസം 10 ദിവസം, അതും കാലയളവായിട്ട് എണ്ണിയ മഹാന്മാരുണ്ട്. ഞാനിപ്പോൾ അത് ചേർക്കാതെയാണ് 5 ഘട്ടം പറഞ്ഞത്.
ഉമ്മയുടെ ഗർഭാശയത്തിൽ 9 മാസവും 10 ദിവസവും കടന്നു. അവിടുന്ന് നമ്മൾ 2ാം ഘട്ട ജീവിതത്തിലേക്ക് വന്നു. ആലമുദ്ദുന്യ. ഇപ്പോൾ നമ്മൾ നിലകൊള്ളുന്നത് 2ാം ഘട്ട ജീവിതമാണ്. ഇത് നമ്മുടെ 2ാമത്തെ, ചിലർ പറയുമല്ലോ മുമ്പൊരു ജീവിതം ഉണ്ടായിരുന്നെങ്കിൽ, മുമ്പ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിലകൊള്ളുന്നത് 2ാമത്തെ ജീവിതമാണ്, 2ാം ഘട്ടമാണിത്. മനസ്സിലാക്കണം. ഇവിടെ നമ്മുടെ ആയുസ് വളരെ കുറഞ്ഞ ആയുസ്സായിരിക്കും. മുമ്പുള്ള ആയുസ്സുകളിലേക്കൊക്കെ ചേർത്ത് നോക്കിയിട്ട് വളരെ കുറവായിരിക്കും. എന്ന് പറഞ്ഞാൽ ആലമുൽ അർവാഹിൽ 1000 വർഷങ്ങളോളം ജീവിച്ചു എന്ന് ഹദീസിലുണ്ട്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അൽ അർവാഹു ജുനൂദുൻ മുജന്നദാ ഫമാ തആറഫ മിൻഹാ ഇഖ്തലഫാ വമാ തനാകറ മിൻഹാ യഖ്തലഫാ. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്യുകയാണ്, സഹാബ, ആത്മാക്കൾ വ്യത്യസ്ത രൂപമാണ്, ഭാവമാണ്, കോലമാണ്. ആത്മാക്കളുടെ ലോകത്ത് വെച്ചുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടിയതായ ആളുകൾ ഈ ദുന്യാവിൽ വെച്ചുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടുകയും സംവദിക്കുകയും ചെയ്യുമേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഫമാ തനാകറ മിൻഹാ യഖ്തലഫാ. 1ാം ഘട്ട ജീവിതമാകുന്ന ആത്മാക്കൾ ലോകത്ത് വെച്ചുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടാത്തതായ ആളുകൾ ഈ ദുന്യാവിൽ വെച്ചുകൊണ്ട് ഒരിക്കലും പരസ്പരം കണ്ടുമുട്ടുകയോ സംവദിക്കുകയോ ചെയ്യുകയില്ല എന്നും നബിയുനാ റസൂലുള്ളാഹി. മലബാറിലെ മലപ്പുറം ദേശത്തുള്ള ഈ ജനതാ ബസാറിൻ്റെ അകത്തളത്തിലേക്ക് ഈ വിനീതൻ എത്തിപ്പെടണമെങ്കിൽ, നിങ്ങളുമായി അല്പനേരം സംവദിക്കണമെങ്കിൽ 1ാം കാലഘട്ട ജീവിതത്തിൽ ഇതുപോലെയുള്ള കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടെന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. അവിടെ വെച്ച് കാണാത്തവർ ഈ ദുന്യാവിൽ ഒരിക്കലും കാണുകയില്ല, പരസ്പരം സംവദിക്കുകയോ സംസാരിക്കുകയോ ഇല്ല. ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. മനസ്സിലായോ? നമ്മളിവിടെ വെച്ച് എത്ര മഴ പെയ്താലും പുള്ളി ഇന്നൊന്ന് കാണണം എന്നുള്ള നിയത്തി വന്നിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ കണ്ട് സംവദിച്ചവർ മനസ്സിലാക്കിക്കോ, നമ്മളെവിടെ വെച്ച് ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട്. 1ാം ഘട്ട ജീവിതത്തിൽ കണ്ടവരെ ഇവിടെ കാണൂ. ആത്മാക്കൾ തമ്മിൽ അവിടെ വെച്ച് ആത്മാക്കൾ തമ്മിൽ കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ ഇവിടെ ആരും കാണൂല. മനസ്സിലാകുന്നുണ്ടോ? അതാണ് ആ പറഞ്ഞ ഹദീസിൻ്റെ ആകെയുള്ള തുക. അപ്പോൾ നമ്മൾ ഈ ദുനിയാവിൽ ഒരുപാട് ആളുകളെ ചിലപ്പോൾ ഫോട്ടോ കണ്ടിട്ടുണ്ടാകും, ചിത്രം കണ്ടിട്ടുണ്ടാകും, നേരിട്ടൊന്ന് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. വലിയ വലിയ ആളുകൾ, വലിയ വലിയ രാഷ്ട്രീയ തലവന്മാർ, ഉന്നതരായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന പല വ്യക്തിത്വങ്ങളെയും ഒക്കെ അവരുടെ ഫോട്ടോ കണ്ടിട്ടുണ്ടാവും, നേരിട്ടൊന്നും കാണാൻ പറ്റിയിട്ടില്ല. നിൻ്റെ ജീവിതത്തിൽ അങ്ങനെ കാണാനേ സാധിച്ചിട്ടില്ലെങ്കിൽ മനസ്സിലാക്കിക്കോണം, 1ാം ഘട്ടത്തിൽ അവരുമായിട്ട് ഒരു കൂടിക്കാഴ്ച ഉണ്ടായിട്ടില്ല. അവിടെ കണ്ടെങ്കിൽ ഈ ദുനിയാവിൽ ഏതെങ്കിലും ഒരു കോണിൽ വെച്ച് കാണും, ഏതെങ്കിലും ഒരു കോണിൽ വെച്ച് അള്ളാഹു സംവദിപ്പിക്കും. അപ്പോൾ അതാണ് 1ാം ഘട്ട ജീവിതം. അവിടെ 1000 കൊല്ലക്കണക്കിന് വർഷം ജീവിച്ചതാണ്. ഇവിടെയോ, ഇവിടെ വളരെ കുറഞ്ഞ ജീവിതമാണ്. ഇവിടെ 60-70 വയസ്സ് മാത്രമാണ് ജീവിതമുള്ളത്. അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എന്റെ സമുദായത്തിൻ്റെ ആയുസ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. കുറഞ്ഞ ജീവിതം, കുറഞ്ഞ കാലഘട്ട ജീവിതം ഇവിടെ അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാലോ, അത് കഴിഞ്ഞാൽ പിന്നീടുള്ളത് അടുത്ത ഘട്ടമാണ്. മൊത്തം എത്ര ഘട്ടങ്ങളാണ്? 15. ഉള്ള നല്ല ഓർമ്മ. 5 ഘട്ടങ്ങളാ. മാഷാ അല്ലാഹ്, ശ്രദ്ധിക്കുന്നുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അടുത്ത ഘട്ടത്തിലേക്ക് പോവാണ്. ഇനി ഇവിടുന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടാ ആലമുൽ ബർസഖ്. ബർസഖ് എന്ന് പറഞ്ഞാൽ ദുനിയാവിൻ്റെയും അടുത്ത 4ാം ഘട്ടത്തിൻ്റെയും ഇടയിലുള്ള ഒരു മറയുടെ ലോകം. മറയുടെ ലോകമാണ്. ഏതാണത്? ഖബറാണ്. ഭൂമിക്ക് അടിയിലോട്ട് പോവാൻ. നോക്കൂ നിങ്ങൾ, 1ാമത്തത് ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകം.
2 ആലമുദ്ദുന്യ, ഇഹലോകം, ഭൗതികമായ ലോകം. 3-മത്തേത് ഖബറിൻ്റെ അടിയിലോട്ട് കൊണ്ടുപോകാൻ, ആലമുൽ ബർസഖ്, എല്ലാ ലോകം കാണിക്കാൻ. നമ്മൾ മനസ്സിലാക്കണം, ചെറിയ കാര്യമല്ല ഇത്. ഖബറിനടിയിലും വലിയ വിശാലമായ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ പുറത്തുനിന്ന് വീക്ഷിക്കുന്നത് പോലെയൊന്നുമല്ല ഭൂമിക്കടിയിൽ. ഇതുപോലെ തന്നെയാണ് കടലും. ഭൂമിയുടേതാകുന്ന 3 ഭാഗവും കടലാൽ ചുറ്റപ്പെട്ടതാണ്. വെള്ളമാണ് മൊത്തവും. ആകെ കുറച്ചു ഭാഗം മാത്രമേ കരയുള്ളൂ. അവിടെ കിടന്നാണ് ഈ പരിപാടി. പാലാപ്പള്ളിയും പഠിക്കൊണ്ട് നടക്കാൻ സംഭവം. വെള്ളം കൊണ്ടൊന്ന് കയറിയാൽ തീർന്ന് ഹലാക്കാവും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. വളരെ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളെന്നുള്ളൂ കരയുള്ളൂ. ബാക്കിയൊക്കെ ചുറ്റും വെള്ളമാണ്. വെള്ളത്തിൻ്റെ അടിയിലോട്ട് പോയി കാണുകയാണെങ്കിൽ വേറൊരു ലോകമാണ്. സുബ്ഹാനല്ലാഹ്. എൻ്റെ ജീവിതത്തിലെ വലിയൊരു അനുഭവമായിരുന്നു. ഞാൻ ലക്ഷദ്വീപിൽ ചെന്നപ്പോൾ അവിടെ ഭയങ്കരമായിട്ട് അവർ നിർബന്ധിച്ചു, സാധേ കടലിന് അടി കാണാൻ വേണ്ടി പോവാം. എൻ്റെ പൊന്നുമോനെ നമ്മളില്ലെന്ന് പറഞ്ഞു. ലാസ്റ്റ് അവർ നിർബന്ധിച്ച് സ്യൂട്ടൊക്കെ ഇടിയിച്ച്, പ്രത്യേക വസ്ത്രമുണ്ടല്ലോ, സ്വിമ്മിങ് സ്യൂട്ടൊക്കെ ഇടിയിച്ച് നമ്മളൊരു ബോട്ടിൽ കൊണ്ടുപോകും. കുറേ അങ്ങോട്ട് എത്തിക്കഴിയുമ്പോൾ പ്രത്യേക ഭാഗമുണ്ട്, അവിടെ എത്തുമ്പോൾ ഒരു താഴ്ത്തി അങ്ങ് വിടും. കൂടെ ഒരുത്തനും കൂടെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ലേ വല്ല സ്രാവിൻ്റെ വായി പോയാൽ. അങ്ങനെ എന്തായാലും നമ്മൾ താഴോട്ടങ്ങ് കൊണ്ടുപോകും. കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും ഇപ്പം നമ്മളെ വിടും. അപ്പോൾ ഇവൻ ആദ്യം ഇവിടുന്ന് കരയെ നിർത്തി നമ്മൾ കുറേ പരിപാടി പഠിപ്പിച്ചിട്ടാണ് പോകുന്നത്. ഓക്കെ ആണെങ്കിൽ ഇങ്ങനെ കാണിക്കണം, താഴോട്ട് പോകണമെന്നില്ല അങ്ങനെ കാണിക്കണം, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ കാണിക്കണം, ഇങ്ങനെ കാണിക്കാൻ സിഗ്നലുകളുണ്ട്. കാരണം അടിയിലോട്ട് എന്നാൽ വാ തുറക്കാൻ പറ്റത്തില്ല, വായിക്കാത്തൊക്കെ സാധനം കുത്തി കയറ്റി വെച്ചിരിക്കുകയാണ്, ഓക്സിജൻ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സിഗ്നൽ കൊണ്ടാണ് അവർ നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് പ്രശ്നമില്ലയെന്നറിയണം, കുറച്ചും കൂടെ താഴോട്ട് പോകണമെങ്കിൽ വീണ്ടും കാണിച്ചു കൊടുക്കണം, ഇങ്ങനെ സിഗ്നലുണ്ട്. സുബ്ഹാനല്ലാഹ്. കടലിനടിയിലോട്ട് ഇങ്ങനെ കൊണ്ടുപോകാം. കുറേ കഴിഞ്ഞപ്പോൾ ഇവനങ്ങ് പോയി, ഞാനും വേറെ ഹാലായി. കാരണം കടലിനടിയിലോട്ട് വന്നപ്പോൾ അതൊരു വേറൊരു ലോകമാണ്. നല്ല കളർ മത്സ്യങ്ങൾ ഇങ്ങനെ നമ്മുടെ മുന്നിൽ കിടങ്ങി. എന്നെ ഒരു ഭാഗത്തുകൊണ്ട് ഇരുത്തിയിട്ട് അവനങ്ങ് പോയി. ലാസ്റ്റ് ഓക്സിജൻ തീരാതെ ഇറങ്ങിയപ്പോഴാണ് അവൻ വന്നത് തിരിച്ചു വിളിച്ചുകൊണ്ട് പോകാൻ. തിരിച്ചു പോകണമെന്നില്ല, നമുക്ക് വേറൊരു ലോകത്തെത്തിപ്പെട്ടതുപോലെ. നമ്മൾ അക്വേറിയത്തിനകത്തും ഇറങ്ങിയിരുന്ന എങ്ങനെ ഉണ്ടാവും? ആ അക്വേറിയം നമ്മുടെ ഇവിടെ കിടക്കുന്നത് ലോക്കൽ മീനല്ലേ, അവിടെ ഇവിടെ കിടക്കുന്ന ഗപ്പി എടുത്തുകൊണ്ട് വന്ന് അപ്പുറത്തെ വീട്ടിലുള്ളവനെ അടിച്ചുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടിടുന്ന പരിപാടിയാണ് നമ്മുടെ അക്വേറിയം. ഇത് അങ്ങനത്തെ അക്വേറിയം അല്ല ഇത്. കടലടിയിലുള്ള വർണ്ണ മത്സ്യങ്ങൾക്കിടയിലോട്ട് അല്ലാഹു, അതൊരു വേറൊരു ലോകമാണ്. പവിഴപ്പുറ്റുകളും ഭയങ്കര മാനസികമായിട്ട് വേറൊരു ചിന്തയിലേക്ക് നമ്മൾ എത്തിപ്പെടും. മൊത്തം കളറാണ്. അല്ലാഹു അത് കാണാൻ തൗഫീക്ക് തരട്ടെ. ഞാനിത് പറഞ്ഞത് ഇതൊരു ഭാഗമാണ്. ഒരു കടലിലൊരു സൈഡ്, ഒരു ഭാഗം. ഇതുപോലെ എത്രയാണ് കിടക്കുന്നത്. ഇന്നുവരെ മനുഷ്യൻ അതിൻ്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് സഞ്ചരിച്ചിട്ടില്ലല്ലോ. കടലിൻ്റെ പൂർണ്ണമായ അടിത്തട്ടിലേക്ക് പോയിട്ടില്ല, വളരെ കുറച്ച് സഞ്ചരിച്ചിട്ടുള്ളൂ. അതിൽ കൂടുതൽ പോയ ആളുകളെ പിന്നെ കാണാനില്ല. ടൈറ്റാനിക്ക് നോക്കാൻ വേണ്ടി പോയവന്മാർ പിന്നെ മയ്യത്തായി. എന്താണ് അതിൻ്റെ അവസ്ഥ എന്ന് നോക്കാൻ വേണ്ടി പോയവരെ കാണുന്നില്ല. നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വിശാലമായ നിലയ്ക്കുള്ള സൗകര്യങ്ങളാണ് അതിനുള്ളിൽ നൽകിയിരിക്കുന്നത്. നമ്മൾ ഈ കരയിലുള്ളത് തന്നെ കണ്ടു തീർന്നിട്ടില്ല. എന്നെ ഒന്നും കൂടി ലുലുമാളിൽ കൊണ്ടുപോകണമെന്നാണ് പെണ്ണുങ്ങൾ പറയുന്നത്. അതിൻ്റെ മൊത്തത്തിൽ ഒന്നും കൂടെ കാണണമെന്ന് അല്ലേ? ശരിക്കും കണ്ടു തീർന്നില്ല എന്നാണ് പറയുന്നത്. കോഴിക്കോട് എപ്പോഴാണ് ഉൾക്കാടിക്കുന്നത് നോക്കിയിരിക്കുകയാണ്, ഒന്ന് പോകാൻ വേണ്ടി ഇപ്പോഴേ ഇഹ്റാം കെട്ടിയിരിക്കുകയാണ്. അങ്ങനത്തെ ആളുകളാണ് പലരും. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും കണ്ടു തീർന്നിട്ടില്ല. ഒരു ഷോറൂമിലോട്ട് ചെന്ന് അതുപോലും ശരിക്കൊന്നും വിസിറ്റ് ചെയ്തിട്ടില്ല. ഒരു മാള് പോലും പൂർണ്ണമായി കണ്ടു തീർന്നിട്ടില്ല. അതിൻ്റെ ഗ്രോസറിയിൽ ചെന്ന് 1-2 സാധനം പർച്ചേസ് ചെയ്തപ്പോഴേ കാല് നീര് വെക്കുന്നുണ്ട്, വേദന എടുക്കുന്നുണ്ട്, തിരിച്ചു പോകാം. 1-2 ഐറ്റം പർച്ചേസ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ മടുത്തു. 1 മണിക്കൂർ നടന്നപ്പോൾ തന്നെ കാലുവേദനയായി. ദുനിയാവിൻ്റെ ഒരു ഭാഗവും നമ്മൾ കണ്ടിട്ടില്ല. മലപ്പുറം ജില്ല പോലും കാണാത്ത ആളുകളാണ് മലപ്പുറത്തായ നമ്മൾ വസിക്കുന്നത്. ഈ ജില്ല പോലും വേണ്ട, ഈ ഒരു താലൂക്ക് പോലും പൂർണ്ണമായി കണ്ടു തീർന്നിട്ടില്ല. അപ്പം ഇന്നിവിടെ തന്നെ ജനതാ ബസാർ വാഴ്, ഇതെവിടെയാണ് ജനതാ ബസാർ എന്നാണ് എന്നോട് പലരും ചോദിക്കുന്നത്. ഞാൻ അത്രേ പറഞ്ഞിട്ടുള്ളൂ റൂഹ ബയാനിൽ. എനിക്കതിനപ്പുറത്തേക്ക് എനിക്കും അറിയില്ല. അപ്പോൾ ആളുകൾ, നമ്മുടെ നാട്ടുകാർ തന്നെ ചോദിക്കുകയാണ് എവിടെയാണ് ഈ ജനതാ ബസാർ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ പരിസരങ്ങൾക്കുള്ളവർക്ക് പോലും ശ്രദ്ധിക്കപ്പെടാൻ പറ്റാത്ത, അറിയപ്പെടാൻ പറ്റാത്ത നിലയിലേക്കാണ് നമ്മുടെ രാജ്യം തന്നെ, നമ്മുടെ ഭാഗങ്ങൾ തന്നെ, ചുറ്റുവട്ടം തന്നെ കിടക്കുന്നത്. അപ്പോൾ എത്രയോ വിശാലമാണ് ലോകം, മനസ്സിലാക്കണം. നമ്മളൊന്നും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, എവിടെ എത്തിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ നമ്മൾ മരണപ്പെട്ടു പോവാണ്. വളരെ കുറഞ്ഞ ജീവിതം. അടുത്ത ഘട്ടമാണ് ആലമുൽ ബർസഖ്, ഖബർ എന്ന് പറയുന്ന ഭയാനകമാകുന്ന ഭീതിയുടെ ലോകം. അത് 3-ാം ഘട്ട ജീവിതമാണ്.
അവിടെ എത്രയാണ് കാലഘട്ടം പറയാൻ പറ്റൂല. ചിലർക്ക് വളരെ കുറഞ്ഞ കാലഘട്ടമായിരിക്കും, അവരെ അടക്കി പിറ്റേ ദിവസമായിരിക്കും ലോകാവസാനം ഉണ്ടാവുക. ചിലർക്ക് ദീർഘമായിരിക്കും. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി ഇത്രയും 1000 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിലാണ്. അള്ളാഹുവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ. ഓരോരുത്തരുടെയും വർഷങ്ങളാണ്. ആദം നബി അലൈഹി സ്വലാം മുതൽ ഇങ്ങോട്ട് കണക്കാക്കിയാൽ എത്രയോ വർഷങ്ങളായി. ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. കൊല്ലവും കാലവർഷവും ഒക്കെ വ്യത്യസ്തമാണ്, ദിവസങ്ങളും ഒക്കെ വ്യത്യസ്തമാണ്. നമ്മുടെയൊക്കെ ഉമ്മ ഉപ്പ എത്ര നാളായി ഖബറിൽ. അള്ളാഹുവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ. നാളെ നമ്മളും അവിടേക്ക് പോകാനുണ്ട് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായില്ല എങ്കിൽ അപകടമാണ്. ഇനിയെങ്കിലും അതുണ്ടാക്കണം. അത് ഉണ്ടാവൽ അനിവാര്യമായൊരു കാലഘട്ടത്തിലാണ് നാം നിലകൊള്ളുന്നത്. ആ 3-ാം ഘട്ട ജീവിതം കഴിഞ്ഞാൽ പിന്നെ അടുത്ത 4-ാമത്തെ ഘട്ടമാണ് ആലമുൽ ഹശ്ർ, മഹ്ശറ വൻസഭ. മഹ്ശറയിലേക്ക് പിന്നെ നമ്മളെ തെളിക്കപ്പെടുകയാണ്. അത് 4-ാം ഘട്ട ജീവിതമാണ്, 4-ാം ഘട്ടമാണ്. അഥവാ 1-ാം ഘട്ട ജീവിതത്തിലും അതിനുശേഷമുള്ള 2-ാം ഘട്ട ജീവിതത്തിൽ നാം ചെയ്തിട്ടുള്ളതാകുന്ന സുഹൃതങ്ങളെ എല്ലാം കണക്കെടുക്കുന്നത് അവിടെയാണ്. ആലമുൽ ഹശ്ർ, മഹ്ശറ. എവിടെയാണ് മഹ്ശറ? മഹ്ശറ എവിടെയാണ് ഉണ്ടാവുക? എവിടെയാണ്? ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ഫലസ്തീനിലാണ്. ബൈത്തുൽ മുഖദ്ദസിൻ്റെ പരിസരത്താണ് മഹ്ശറ ഉണ്ടാവുക എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആമീൻ പറയും. അള്ളാഹു നമുക്ക് അവിടെ വലിയ വിജയം അള്ളാഹു നസീബാക്കട്ടെ. ഉന്നതമായ വിജയം അള്ളാഹു നമുക്ക് നസീബാക്കട്ടെ. ഫലസ്തീനിലെ മക്കൾക്ക് അള്ളാഹു പരിപൂർണമായ സലാമത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ മൈമൂന ബീബി റളിയല്ലാഹു അൻഹ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ് അഫ്തിനാ അനിൽ ബൈത്തുൽ മഖ്ദസി, പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സയെ പറ്റി ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ റസൂലേ, വിശദീകരിച്ച് നൽകുമോ ഹബീബേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഉടനെ മൈമൂന ബീബി റളിയല്ലാഹു അൻഹയോട് പറയുകയാ, ഹിയ അർളുൽ മഹ്ശരി വ അർളുൽ മൻശരി, നാളെ സർവ്വലോകരക്ഷിതാവായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറബ് ഖബറ് പിളർന്നുകൊണ്ട് ജനങ്ങളെ സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഒത്തുവരുമ്പോ ആളുകളെ കൊണ്ടുവന്ന് നിർത്തുന്നതായ സ്ഥലമാണ് മഹ്ശറയാണ്. പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സയുടെ പരിസരമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഹിയ അർളുൽ മഹ്ശരി വ അർളുൽ മൻശരി, ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നതായ മഹ്ശറയാണ്. അവിടെയാണ് മീസാൻ ത്രാസ് തുലാസ് തൂക്കുക. അവിടെയാണ് മനുഷ്യന്റെ നന്മ തിന്മകൾക്ക് പരിപൂർണമായി പ്രതിഫലം നൽകപ്പെടുക. അവിടെയാണ് സിറാത്ത് എന്ന പാലം കൊണ്ടുവന്ന് നാട്ടപ്പെടുക. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ, ഒരു സാധാരണ നാടായിട്ട് നിങ്ങൾ പലസ്തീനിനെ കാണരുതേ. സാധാ സീതാ നാടല്ല, അത് വളരെ ബറക്കത്തുള്ള നാടാണ്. ഞാൻ ഇന്നലെ ആലപ്പുഴ ജില്ലയിൽ അതുമായി ബന്ധപ്പെട്ടത് കൂടുതലായി പറഞ്ഞതുകൊണ്ട് ഇപ്പം അതിലേക്ക് പോകുന്നില്ല. പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ അറാദ അൻ യൻളുറ ഇലാ ബുഖഅത്തിൻ മിൻ ബുഖഅൽ ജന്ന ഫല്ലൻളുർ ഇലാ ബൈത്തുൽ മഖ്ദസി, ആരെങ്കിലും സ്വർഗത്തിലേതാകുന്ന ശ്രേഷ്ഠമാക്കപ്പെട്ട സ്ഥലം കാണാൻ കൊതിക്കുന്നുണ്ട് എങ്കിൽ മസ്ജിദുൽ അഖ്സയിലേക്ക് നോക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിന്റെ ഭാഗമാണ്. മൻ അറാദ അൻ യൻളുറ ഇലാ ബുഖഅത്തിൻ മിൻ ബഖാഇൽ ജന്ന, സ്വർഗത്തിന്റെ ഒരു പ്രദേശം കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മസ്ജിദുൽ അഖ്സയിലേക്ക് നോക്കട്ടെ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അത് കണ്ടിട്ട് വന്നിരിക്കുന്ന അഹ്ലുകാരിവിടെ ഉണ്ട്. നമ്മുടെ സൈനുലാബുദ്ദീൻ സാഹിബ്, അബ്ദുൽ ഖാദറൊക്കെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനിയിപ്പോൾ അങ്ങോട്ട് ഉടനെ പോകാൻ പറ്റുമോ? എന്താണ് അവിടുത്തെ സീന്? അള്ളാഹു പോയി കാണാൻ തൗഫീഖ് നൽകുമാറാവട്ടെ.
സ്വർഗത്തിൻ്റെ സ്ഥലമാണത്, സ്വർഗീയ സ്ഥാനമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, 4 സ്ഥലങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലുള്ള 4 സ്ഥലങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് ചേർക്കുമത്രേ. 4 സ്ഥലങ്ങളെ അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് ചേർക്കുകയാണ്. ഒന്ന് പരിശുദ്ധമായ കഅബ നിലകൊള്ളുന്ന സ്ഥലമാണ്, മറ്റൊന്ന് എൻ്റെ മദീനയാണ്, മൂന്നാമത്തത് മസ്ജിദുൽ അഖ്സയാണ്, നാലാമത്തത് ഡമസ്കസ് ആണ്. സിറിയയുടെ തലസ്ഥാനമായ ദമസ്കസാണെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗീയ സ്ഥലങ്ങൾ: 1 കഅബ നിലകൊള്ളുന്ന സ്ഥലം, 2 മദീന, 3 പവിത്രമാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സ, 4 ഡമസ്കസ്. പഠിച്ചു വെക്കൻ. അള്ളാഹു തൗഫീഖ് തരട്ടെ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ലാ യഅതി ദജ്ജാലു ഫീ 4 അമാകിന. 4 സ്ഥലങ്ങളിൽ ദജ്ജാൽ പ്രവേശിക്കില്ല സ്വഹാബ. 4 സ്ഥലങ്ങളിലേക്ക് ദജ്ജാൽ കടക്കൂല. ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, 1 കഅബയാണ്, മറ്റൊന്ന് മദീനയാണ്. എന്റെ പരിശുദ്ധമാക്കപ്പെട്ട മദീനയിലേക്കോ ആദം നബി അലൈഹിസ്സലാം തുടക്കം കുറിച്ചതാകുന്ന പവിത്രമാക്കപ്പെട്ടതായ കഅബയുടെ പരിസരത്തേക്കോ ഒരിക്കലും ദജ്ജാൽ കടക്കൂല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. മൂന്നാമത്തത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അത് പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സയാണ്. ജെറുസലേമിലുള്ള പവിത്രമാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സയിലേക്ക് പിശാചിനെ കടക്കാൻ പറ്റൂല. ഈ 3 ഹറമുകളും ദജ്ജാൽ കടക്കാത്തതായ പ്രവിശ്യയാണ്. നാലാമത്തത് സീനാ പർവതമാണ്. ബഹുമാനപ്പെട്ടതാകുന്ന മൂസാ നബി അലൈഹിസ്സലാം പല പ്രാവശ്യവും അല്ലാഹുമായി സംസാരിച്ചതാകുന്ന സ്ഥലമല്ലേ, അല്ലാഹുമായി സംവദിച്ചതാകുന്ന പർവതമല്ലേ. ആ തുറന്ന സീനാ പർവതത്തിലേക്ക് ഒരിക്കലും ദജ്ജാൽ കടക്കൂല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 4 സ്ഥലങ്ങൾ: 1 കഅബ, മറ്റൊന്ന് മസ്ജിദുൻ നബവി, മദീന പട്ടണം മുഴുവനും ആ ഹറം ബൗണ്ടറിക്കുള്ളിലേക്ക് കടക്കൂല. മൂന്നാമത്തത് പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സ. 4 തൂരുസീനാ മല. തൂരുസീനാ മല ഓർമ്മയില്ലേ? പോയി കണ്ടല്ലേ? മൂസാ നബി അലൈഹിസ്സലാം സംവദിച്ചതാകുന്ന പവിത്രമായ മല. ദജ്ജാൽ പ്രവേശിക്കൂല. നബി മുഹമ്മദ് മുസ്തഫ. അപ്പോൾ പറയാനാണ് ഒരുപാടുണ്ട്, അപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ബൈത്തുൽ മുഖദ്ദസ് വിശാലമാണ്. ഇന്ന് അത് വെച്ചിരുന്നെങ്കിൽ കുറച്ചത് പറയാമായിരുന്നു. ഇപ്പോൾ മരണമല്ലേ പറയാം, അപ്പോൾ കുറച്ച് മരണം പറയാം. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. എല്ലാം വേണമല്ലോ, കുറച്ച് അവിടുന്ന് ഇവിടുന്ന് എല്ലാം പറയണം, എന്നാലേ ജനങ്ങൾക്ക് കാലികമായി കുറേ വിഷയങ്ങൾ കിട്ടുകയുള്ളൂ. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. എല്ലാവരും ചോദിക്കും, എന്താ ഇപ്പോൾ ഈ ബൈത്തുൽ മുഖദ്ദസിന് വേണ്ടി എല്ലാ പള്ളിയിലും ദുആ, എല്ലാ വെള്ളിയാഴ്ചയും ദുആ? മനസ്സിലാക്കാത്തത് വേണ്ട. മുസ്ലിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 3 ഹറമുകളിൽ ഒന്നാണേത്? പവിത്രമാക്കപ്പെട്ടതായ മസ്ജിദുൽ അഖ്സ നിലകൊള്ളുന്ന പലസ്തീനിൻ്റെ മണ്ണ് വളരെ ശ്രേഷ്ഠതയുള്ള മണ്ണാണ്. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതാകുന്ന പവിത്രമാക്കപ്പെട്ടതായ മണ്ണായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെയും അടയാളപ്പെടുത്തിയിട്ടുണ്ട്, സ്വർഗീയ സ്ഥാനമാക്കിയിട്ടുണ്ട്. അതേ ഭൂമി തന്നെ നാളെ എന്താകും? മഹ്ശറയാകും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഹിയ അർളുൽ മഹ്ശരി വ അർളുൽ മൻശരി. നബി മുഹമ്മദ് മുസ്തഫ. ബക്കറ്റൊന്നും കൊണ്ടുവന്നല്ലേ? കാരണം ഇവരെല്ലാവരും തരാൻ റെഡിയായിരിക്കും, പിന്നെ നമ്മളതിനെ വാങ്ങാൻ മടിക്കും അല്ലേ? ബിസ്മില്ലാ. ഇത് നരകത്തിലെ ചൂടാണത്. ചൂട് അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. മഹ്ശർ പറഞ്ഞപ്പോൾ അടുത്ത നരകത്തിൽ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്, ചൂട്. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കണേ, ഒന്ന് ശ്രദ്ധിക്ക്. കുറച്ചു നേരം കൂടെ പറഞ്ഞുകൂടെ? നിങ്ങൾക്ക് തണുപ്പടിക്കുന്നുണ്ടോ? കുഴപ്പമില്ലല്ലോ. വേഗം കൊണ്ടോ ആ ബക്കറ്റ് ഒന്നും.
ഒരു 10:30 ദ്വാരക്കാം പോരെ? ഇത്ര നേരം ഇരിക്കൂലേ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്തായാലും ഇത്രയും ഓടി വന്നേലേ. ഞാൻ മിനിഞ്ഞാന്ന് ഇവിടെ പുതിയങ്ങാടി നമ്മുടെ പുതിയങ്ങാടിയല്ല, വരക്കൽ പുതിയങ്ങാടി മക്കാം ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഈ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഈ ഉസ്താദിൻ്റെ ആണ്ടായിരുന്നു, 28ാമത്തെ ആണ്ട്. ആ ഉറൂസിൻ്റെ സമാപന പ്രസംഗം കഴിഞ്ഞ് ഞാൻ ഇന്നലെ അങ്ങോട്ട് തെക്കോട്ട് പോയി ആലപ്പുഴ ജില്ലയിലെ വട്ടപ്പള്ളിയിലെ പ്രസംഗം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നതാണ്. പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഓരോ ഓട്ടം ഓടിയിട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇൻഷാ അല്ലാഹ് കുറച്ച് നേരം കൊണ്ടൊന്ന് ഇരിക്കാൻ സന്നദ്ധരാകി. കുഴപ്പമില്ല എല്ലാവർക്കും. ഒന്ന് കൈ ഉയർത്തിക്ക് എല്ലാവരും. ക്ഷീണമാണോ? ഇല്ല. അള്ളാഹു ആഫിയത്ത് തരട്ടെ. ആ ഉയർത്തിയ കൈകൊണ്ട് തന്നെ വേഗം പോക്കറ്റ് വെയിറ്റ് സൈസ് എടുത്തിട്ടോ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ ബൈത്തുൽ മഖ്ദസ് എന്ന് പറഞ്ഞാൽ അതാണ് വളരെ ശ്രേഷ്ഠതയുള്ള പുണ്യമാക്കപ്പെട്ട ഭൂമിയാണ്, വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട ഭൂമിയാണ്. ആ ഭൂമിയെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൈമൂന, നീ ചോദിച്ചതാകുന്ന ചോദ്യത്തിന് മറുപടി ഞാൻ നൽകുകയാണ്. ഹിയ അർളുൽ മഹ്ശർ, അതാണ് നാളെ ജനങ്ങൾ ഖബറിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ കൊണ്ടുപോയി നിർത്തുന്ന സ്ഥലമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. അവിടെ ശ്രദ്ധിക്കണേ. അപ്പം 4ാം ഘട്ടം എന്ന് പറയുന്നത് അതാണ്. ഏത്? ആലമുൽ ഹശ്റാൻ, മഹ്ശറ. അതെവിടെയാണെന്ന് ഇപ്പോൾ മനസ്സിലായി. എവിടെയാ അത്? ഫലസ്തീനിലാണ്. ഇപ്പോഴേ പോയി നിന്നേക്കാം, സാബ് തുടങ്ങിയെങ്കിലോ. അള്ളാഹു അത് നമുക്കത് യഥാവിധി അവിടെ എത്തിപ്പെടാനും നല്ല രീതിയിൽ അവിടെ സംവദിക്കാനും അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് യാത്ര പോകാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. 5ാം ഘട്ടം അവിടെ നിന്ന് കറക്റ്റ് അള്ളാഹു നയിക്കും. 1 അൽ ജന്ന, സ്വർഗം. 2ാമത്തത് അന്നാർ, നരകം. അവിടെ നിന്ന് തീരുകയാണ്. നമ്മുടെ ജീവിതഘട്ടങ്ങൾ അതോടുകൂടി അവസാനിക്കുകയാണ്. എവിടുന്നാണ് തുടങ്ങിയത്? ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകത്ത് നിന്ന്. അവിടെ അള്ളാഹു നമ്മുടെ ആത്മാക്കളെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ട്, നമ്മുടെ ശരീരം ഇല്ലാതെ ആത്മാക്കളെ ഒരുമിച്ച് കൂട്ടി, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലേ എന്ന് ചോദിച്ചു. എല്ലാവരും അംഗീകരിച്ചു. ഇന്നുള്ള നിരീശ്വരവാദികളും യുക്തിവാദികളും ഒക്കെ അന്ന് എന്ത് പറഞ്ഞു? അതെ, അള്ളാഹു നീയാണ് റബ്ബെന്ന് പറഞ്ഞിട്ടാണ് 2ാം ഘട്ട ജീവിതത്തിലേക്ക് നമ്മളെ ഉമ്മയുടെ ഗർഭാശയത്തിലൂടെ കൊണ്ടുവന്നത്. ഇവിടെ വന്നപ്പോൾ തിരിഞ്ഞു. ചില ആളുകൾ മാറി, നിരീശ്വരവാദിയായി, യുക്തിവാദിയായി. മുസ്ലിമായവൻ തന്നെ മുനാഫിക്കിൻ്റെ പ്രവർത്തനം എടുക്കാൻ തുടങ്ങി. അവിശ്വാസിയായി മാറിയതുകൊണ്ട് ഇസ്ലാമിനെ കൊഞ്ഞനം കുത്തുന്നവരായി, ഇസ്ലാമിൻ്റെ ശത്രുക്കളായി, ജൂതന്മാരോടൊപ്പം ചേർന്നതുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന അഹലുകാരായി മാറി. ഇങ്ങനെ പല തട്ടുകളായി ദുന്യാവെത്തിയപ്പോൾ ഒക്കെ മാറി. അൽഹംദുലില്ലാ, അള്ളാഹു നമ്മളെ മോമിനീങ്ങളിൽ ചേർത്തു എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ടല്ലേ ചില പ്രാർത്ഥനയിൽ കേട്ടിട്ടില്ലേ, അൽഹംദുലില്ലാഹില്ലദീ ജഅലനാ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയുടെ ഉമ്മത്തിൽ നമ്മൾ ഉൾപ്പെട്ടു എന്നുള്ളത് വലിയ നിഅമത്താണ്. കാരണം എല്ലാ കാര്യങ്ങളും ലോകാവസാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ വിഷയങ്ങളും പരിശുദ്ധ പ്രവാചകർ പറഞ്ഞത് തന്നെയാണ് ഇന്ന് പുലർന്നുകൊണ്ടിരിക്കുന്നത്. മുഴുവനും നബി പറഞ്ഞതൊക്കെ അക്ഷരാർത്ഥത്തിൽ നടക്കുകയാണ്. പലസ്തീൻ്റെ വിഷയത്തിൽ വരെ, ഇനി അവിടെ നടക്കാനിരിക്കുന്ന വിഷയം വരെ നബി അവസാനം പറഞ്ഞതാണ്. ഈ പ്രശ്നത്തിൻ്റെ അറുതി ആര് വന്നാലേ തീരുള്ളൂ? ബഹുമാനപ്പെട്ടതാകുന്ന ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ വരവോടുകൂടിയേ തീരുള്ളൂ. അതുവരെ ഇങ്ങനെ നിൽക്കും. അതിനു മുമ്പ് പലരും വരും. ഇമാം മഹ്ദി വരും, യജൂജ് മൗജൂജിൻ്റെ രംഗപ്രവേശനമുണ്ട്, ദജ്ജാൽ വരും. ദജ്ജാലിനെ വധിക്കുന്നതും എവിടെ വെച്ചാണ്? പലസ്തീനിൽ വെച്ചാണ്. നബി മുഹമ്മദ് മുസ്തഫ ദജ്ജാലിനെ വധിക്കുന്നതും പലസ്തീനിൽ വെച്ചാണ്. മാത്രമല്ല, അതേ ബഹുമാനപ്പെട്ടതാകുന്ന ഈസാ നബി അലൈഹിസ്സലാം ഡമസ്കസിലെ വെള്ളമിനാരത്തിൽ 2 മലക്കിൻ്റെ ചിറകിൻ കീഴിലായി ഇറങ്ങി വന്ന് 40 വർഷത്തോളം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഅത്തനുസരിച്ചുകൊണ്ട്, മതവിധി അനുസരിച്ചുകൊണ്ട് പ്രബോധനം നടത്തി. കാരണം ഇവിടുന്ന് കയറിപ്പോകുമ്പോൾ ഈസാ നബിയുടെ ശരീഅത്തായിരുന്നു ഉണ്ടായിരുന്നത്. ആകാശത്തേക്ക് ഉയർത്തപ്പെട്ട വ്യക്തിയാണ് ആര്? സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. ശത്രുക്കളുടെ ശല്യം സഹിക്കവയ്യാതെ വന്നപ്പോൾ അള്ളാഹു ആകാശ ഉരോഗത്തേക്ക് ഉയർത്തിയ വ്യക്തിയാണ്. ഇനി ആകാശത്ത് നിന്ന് അദ്ദേഹം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതിനെപ്പറ്റി മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. യൻസിലു ഈസാ ഇൻദ മനാറത്തിൽ ബൈളാ, ഡമസ്കസിലെ വെള്ളമിനാരത്തിൽ 2 മലക്കിൻ്റെ ചിറകിൻ്റെ മുകളിൽ കൈവച്ചുകൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ആര്? ഈസാ നബി അലൈഹിസ്സലാം അവസാന കാലഘട്ടത്തിൽ വരും. 40 വർഷത്തോളം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഅത്തനുസരിച്ചുകൊണ്ട് മതവിധി നടത്തും. കാരണം ഈസാ നബി ഉയർത്തപ്പെട്ടു, ശേഷം പ്രവാചക മുഹമ്മദ് നബി വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഇവിടെ മതവിധി ആ മുത്തുനബിയുടെയാണ്. അവസാന കാലഘട്ടം വരെ അവസാനത്തെ പ്രവാചകരാണ്. അതുകൊണ്ട് ഇനി വന്നതിന് ശേഷം പിന്നീട് മുത്തുനബിയുടെ ശരീഅത്തനുസരിച്ചുകൊണ്ട് മതവിധി നടത്തുകയും അവസാനം
ബഹുമാനപ്പെട്ടവർ തന്നെ ദജ്ജാലിനെ വധിക്കുകയും പലസ്തീനിൻ്റെ മണ്ണിൽ വെച്ച് വധിക്കുകയും ബഹുമാനപ്പെട്ടതാകുന്ന ഈസാ നബി അലൈഹിസ്സലാം തന്നെ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന മസ്ജിദുൽ അഖ്സയും പലസ്തീനും ഇസ്ലാമിക ഭരണപ്രദേശമായി തിരിച്ചു പിടിക്കുകയും ചെയ്യുമെന്നും നബി മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഇനി അതൊക്കെ നടക്കാൻ, ഇതൊക്കെ പറഞ്ഞിട്ടാണ് നബി തങ്ങൾ പോയത്. അതിനുശേഷം അദ്ദേഹം വഫാത്താകും. ഈസാ നബിയെ കൊണ്ടുവന്ന് എൻ്റെ ഖബറിൻ്റെ അടുക്കൽ മദീനയിൽ ഐഷ ബീവിയുടെ വീടിൻ്റെ അകത്ത് റളിയല്ലാഹു അൻഹ അതിനുള്ളിൽ കൊണ്ടുവന്ന് ഒരു ഖബറിനും കൂടെ സ്ഥാനമുണ്ട് അവിടെ കൊണ്ടുവന്ന് ആരെ അടക്കും? ഈസാ നബി അലൈഹി സ്വലാമിനെ അന്നത്തെ ജനങ്ങൾ കൊണ്ടുവന്ന് അടക്കുമെന്ന് വരെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇതൊക്കെ നല്ല അക്കമിട്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ നടക്കാനിരിക്കുന്ന സംഭവങ്ങളാണ്. കാണാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബി പറഞ്ഞതൊക്കെ പുലർന്നല്ലോ. നബി പറഞ്ഞതെല്ലാം ഇവിടെ പുലർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇതൊന്നും വലിയ താമസം വിനാ ഇത് നേരിട്ട് കാണാൻ പോവാൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഈ സമയത്ത് നമ്മുടെ ഈമാൻ രൂഢമൂലമാക്കണം. ഈമാൻ തെറ്റിപ്പോകാൻ പാടില്ല. ഏറ്റവും വലുത് മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലുത്. അള്ളാഹു ഇതിന് തൗഫീഖ് നൽകട്ടെ. ഈമാൻ തെറ്റിപ്പോകാൻ പാടില്ല. ഈമാൻ തെറ്റിയേ പോയല്ലോ, നമ്മൾ അവിശ്വാസിയായി മാറുകയാണ്. അപ്പോൾ അതിന് എന്തെല്ലാം ഉപോത്ബലകമായ വേണ്ടുന്ന വിഷയങ്ങളുണ്ടോ, ഈമാൻ പരിപൂർണമായി സലാമത്താക്കാൻ എന്തെല്ലാം നാം കൈമുതലാക്കണോ അതൊക്കെ ഈ ദുന്യാവിൽ ശ്രദ്ധിക്കുക. ഈമാൻ തെറ്റിപ്പോകുന്ന ഏതെല്ലാം മോശമായ പ്രവർത്തനങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം നാമും നമ്മുടെ മക്കളെയും മാറ്റി നിർത്തുകയും ചെയ്യുക. നമ്മൾ ശ്രദ്ധിക്കണം, മക്കളെയും നന്നാക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പലർക്കും പറ്റുന്നത് വാപ്പ ഭയങ്കര ദിക്കറാണ്, പള്ളിയിൽ എപ്പോഴും കയറിയിരുന്ന് ഭയങ്കര നിസ്കാരവും ഭയങ്കര ഔറാദും. ഉമ്മ എപ്പോഴും വീട്ടിലിരിക്കുക, നല്ലപോലെ ദിക്കറ് ചെല്ലും, ഓൺലൈൻ മജ്‌ലിസിൽ പങ്കെടുക്കും, ഒക്കെ ഉണ്ടാവും. പക്ഷെ മക്കൾ പിഴച്ചു പോവാൻ, മക്കളെ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ആകാൻ പാടില്ല. മക്കളെ കൂട്ടി ചേർത്ത് നിർത്തണം. അതിലാ കാര്യം ഇരിക്കുന്നത്. നമ്മൾ കുറേ നിസ്കരിച്ചോ നോമ്പ് പിടിച്ചോ ദുആരൊന്നും ആയില്ല. മക്കളെയും കൂടി അതിലേക്ക് ചേർക്കുമ്പോഴേ കുടുംബജീവിതം ഖൈറിലാവുള്ളൂ. ഖുർആൻ അങ്ങനെയാണ് പറഞ്ഞത്. بسم الله الرحمن الرحيم يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ സൂക്ഷിക്കണേ, വ അഹ്ലീകും നിങ്ങളുടെ കുടുംബത്തെയും സൂക്ഷിക്കണേ. അല്ലയോ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും സൂക്ഷിക്കണേ, നിങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിക്കണേ. നാറാ, കത്തിജ്വലിക്കുന്ന നരകത്തെ തൊട്ട് കാക്കണേ. അപ്പം നിങ്ങൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, കുടുംബത്തെയും ചേർത്ത് പിടിക്കണം. അവനാ മോമിൻ. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മളൊരുപാട് നിസ്കരിച്ചു നോമ്പ് പിടിച്ചു സലാത്തില്ലേ, കാര്യമായില്ല. മക്കൾ, ചെറുമക്കൾ, കൊച്ചുമക്കൾ അവരെയും കൂടി ചേർത്ത് നിർത്തുമ്പോഴേ വിജയമുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഈ മക്കൾ തന്നെ നാളെ നമുക്കെതിരാകും. ഈ മരുമോൾ അല്ലെങ്കിൽ ഈ മരുമകൻ തന്നെ നാളെ നമുക്കെതിരായി നിൽക്കും. ഈ ചെറുമക്കൾ തന്നെ നാളെ പറയും, എൻ്റെ വല്ലുപ്പായ ആദ്യ നരകത്തിലേക്കിട്, എന്നിട്ട് എന്നെ പിടിച്ചാൽ മതി. കാരണം സ്കരിക്കാനോ ദിക്റ് ചെല്ലാനോ ഒരു കാര്യത്തിന് ഞങ്ങളെ കൂട്ടിയിരുന്നില്ല. അവരവരുടെ പാടായിരുന്നു, ഞങ്ങളെ ഒരു വിഷയത്തിലും കൂട്ടിയില്ല. വാദിനെ മജ്‌ലിസിലേക്ക് പോകുമ്പോൾ പോലും ഞങ്ങളോട് നിങ്ങളിവിടെ ഇരുന്നാൽ മതി എന്നാണ് പറഞ്ഞത്. വീട്ടിലാരും ഇല്ലല്ലോ, ആരെങ്കിലുമൊക്കെ വന്ന് കയറും, അതുകൊണ്ട് നിങ്ങളിവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ് ഞങ്ങളെ ഒരു കാവൽനായെ പോലെ വീട്ടിനുള്ളിൽ തന്നെ തളച്ചിടുകയായിരുന്നു. പുറത്തേക്ക് ഒന്നും കൊണ്ടുപോയില്ല, ഒരു ദിക്റിനും കൊണ്ടുപോയില്ല, ഒരു മജ്‌ലിസിന് ഞങ്ങളെ കൊണ്ടുപോയില്ല, ഒരു വാളും ഞങ്ങളെ കേൾപ്പിച്ചില്ല. നാളെ മക്കൾ നമുക്ക് എതിരാകും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് കുടുംബത്തെ കാക്കണമെന്ന് വിശുദ്ധമായ ഖുർആൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.
നബിയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് നബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, മന്നകിയ സുന്നാസി യാ ഹബീബല്ലാഹ്, ജനങ്ങളിലെ ഏറ്റവും ബുദ്ധിമാനാരാൻ? ജനങ്ങളിലെ ഏറ്റവും ബുദ്ധിമാനാരാണ്? ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരുടെ പേരാണ് പറഞ്ഞത് എന്ന് ചിന്തിക്കണേ. അല്ലാഹുവിന്റെ റസൂലുടനെ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തുകയാണ്, ജനങ്ങളിലെ ഏറ്റവും ബുദ്ധിമാനാരെന്നറിയുമോ? മരണത്തെക്കുറിച്ച് ഓർക്കുന്നവനാണ്, കൂടുതലായി സ്മരിക്കുന്നവനാണ്. മാത്രമല്ല മരണത്തിന് വേണ്ടി, മരണാനന്തര ജീവിതത്തിന് വേണ്ടി തയ്യാറാകുന്നവനാണ്. മരണത്തെ ഏറ്റവും കൂടുതൽ ഓർക്കുകയും സ്മരിക്കുകയും ചെയ്യുന്നവനാണ് എന്ന് പറഞ്ഞാൽ, അയൽവാസി മരിക്കുമ്പോൾ അയാളെക്കുറിച്ച് ചിന്തിക്കല്ല, മറിച്ച് സ്വന്തം മരണത്തെപ്പറ്റി എപ്പോഴും ചിന്തിക്കുന്നവൻ. അള്ളാഹു തൗഫീഖ് തരട്ടെ. പലരും മരണത്തെ ചിന്തിക്കുക എന്ന് പറയുമ്പോൾ വേറെ വഴിക്ക് പോവാൻ, അയൽവാസികളിലേക്ക് പോവാൻ. അയാൾ മരിച്ചു കേട്ടോ, വലിയ കഷ്ടമായി പോയി, മൂപ്പറ മക്കൾ ഇതാ ചെറിയ കുട്ടികളാണ്, ഞാൻ കുട്ടികൾ എങ്ങനെ ജീവിക്കുമെന്തോ എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഇവിടെ ഇരുന്ന് പത്രമൊക്കെ വായിച്ചിട്ട് ചായയും കുടിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോകുന്നതല്ലാതെ, ഞാനിതുപോലെ ആയിപ്പോയാൽ എൻ്റെ മക്കൾക്കാരുണ്ട്, എനിക്കാരുണ്ട്, ഞാൻ പെട്ടെന്നൊന്ന് മരണപ്പെട്ടു പോയാൽ എൻ്റെ അവസ്ഥ എന്താണ്? ആ ചിന്ത നമ്മുടെ ഹൃദയത്തിലില്ല. അതാണ് വരേണ്ടത്. മരണത്തെ ചിന്തിക്കാന്നല്ല, മറിച്ചെന്താണ്? അവനവൻ്റെ സ്വന്തം മരണത്തെപ്പറ്റി ചിന്തിക്കുക. നമ്മൾ മരിക്കുമെന്നുള്ള കാര്യം ചിന്തിക്കുക. ഒരു മരണവാർത്ത കേട്ടാൽ, ഇന്നാണെങ്കിലോ മരണവാർത്ത കൊണ്ട് കളിയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലോകാവസാനത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് മിൻ അലാമത്തി യൗമിൽ ഖിയാമ മൗതാതുൻ കസീർ, ധാരാളം മരണങ്ങൾ ഉണ്ടാകുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. എവിടെ നോക്കിയാലും മരണമാണ്. രാവിലെ പത്രമെടുത്ത് വായിച്ചാൽ ഒരു പേജ് നിറഞ്ഞിട്ട് അടുത്ത പേജിലേക്ക് പോയിരിക്കുകയാ. സുബ്ഹാനല്ലാഹ്, എല്ലാ ദിവസവും മരണത്തെ കുറിച്ചുള്ള വാർത്തകളാണ്. അപകട മരണങ്ങൾ, ദുരിതങ്ങൾ, വിപത്തുകൾ എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്, എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. ഇസ്രായേലി ഭീകരരുടേതാകുന്ന ആക്രമണത്തിൽ മരണപ്പെട്ടുപോയ പലസ്തീനിന്റെ മക്കളുടെ വാർത്തകളല്ലേ നമ്മുടേതാകുന്ന പത്രമാധ്യമങ്ങളിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുന്നത്. ചെറിയ കുട്ടികൾ മരണപ്പെട്ടു പോയാണ്. 2500ഓളം ആളുകൾ മരണപ്പെട്ടു എന്ന കണക്കുകൾ രേഖപ്പെടുത്തുമ്പോൾ അതിൽ തന്നെ 750ഓളം ചെറിയ മക്കൾ മരണപ്പെട്ടു പോയിരിക്കുകയാണ്. 1ഉം 2ഉം ചെറിയ പ്രായമുള്ളതാകുന്ന പിഞ്ചോമന മക്കൾ ശത്രുക്കളുടെ ആക്രമണത്താൽ മരണപ്പെട്ടു പോയിരിക്കുകയാ. സ്വരാജ്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ട് നിലകൊള്ളുന്നതായ ചെറുപ്പക്കാർ മരണത്തെ വരിക്കുകയാണ്. അല്ലാഹുവേ, ശുഹദാക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തണേ അല്ലാ. എത്ര പെട്ടെന്നാണ്, എത്ര സെക്കൻഡിനുള്ളിലാണ് മരണം വരിക്കുന്നത്. ഏതെല്ലാം മരണവാർത്തകളാണ് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്.